വിഷുവിൻ്റെ തലേന്നത്തെ കാഴ്ചയാണ്. വിഷുവിൻ്റെ അന്ന് ഇടാനുള്ള വീഡിയോയുടെ ഷൂട്ടിംഗ് ആണ്. ഓരോ വീഡിയോയും ഒരുപാട് കഷ്ടപ്പാടാണ് കേട്ടോ. അവളവിടെ ഒന്ന് ചിരിക്കാൻ പറഞ്ഞാൽ അവൾ എന്തെല്ലാം കാക്രികൾ കാണിച്ചു കൂട്ടണമെന്ന് കണ്ട. മയിൽപ്പീലിയും വെച്ചുകൊണ്ടിരിയെന്ന് പറഞ്ഞാൽ അതെടുത്ത് തലയിൽ വെച്ചും എന്തെല്ലാം ആക്ഷനാണെന്ന് അറിയാമോ. ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരുവിധം നല്ല ഭംഗിയുള്ള വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്തു. അതിന് കിട്ടിയ വ്യൂസ് എന്ന് പറഞ്ഞാൽ വെറും 38 വ്യൂസാണ്. അതാണ് വേറൊരു ചിരി. എന്നിട്ട് അങ്ങനെ ചിരി, അമ്മയെ നോക്കി ചിരി. എടേ അമ്മയെ നോക്കി ചിരിയടി, എടേ അമ്മയെ നോക്കി ചിരിയടി. അങ്ങനെ ചിരി. ചിരിയണ്ട. അങ്ങനെ ആ വീഡിയോയും എടുത്തില്ല. ഒന്ന് നടന്നു വരാൻ പറഞ്ഞപ്പോഴുള്ളതാണ് ഈ സ്റ്റൈല്. ഒരു ഫോട്ടോയെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തിയപ്പോഴും ഉറക്കം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ എടുക്കാനും സമ്മതിച്ചില്ല. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കണി വയ്ക്കാൻ പോവുകയാണ് കേട്ടാ. ഒരു ചക്ക, ഒരു അയണിച്ചക്ക, 2 പറങ്കിയാങ്ങ, 2 മാങ്ങ, പിന്നെ കുറച്ച് കൊന്നപ്പൂ, ഇത്രയും കൂടെ 150 രൂപയാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് സമാധാനിക്കാം. മോളൂട്ടി ജനിച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ കണിവെപ്പാണ്. കാരണം ഓരോരോ കാരണങ്ങളും ഓരോരോ തടസ്സങ്ങളും കൊണ്ട് ഒരു വർഷം പോലും നേരെ ചൊവ്വ വെക്കാൻ പറ്റിയിട്ടില്ല. ഇപ്രാവശ്യമാണ് കേട്ടാ വെക്കണത്. മോളൂട്ടി ഓരോ സംശയവും ചോദിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കണേണ്ട. കണ്ടാൽ തോന്നും ഭക്തിസാന്ദ്രമായിട്ടാണ് നിൽക്കണേന്ന്. ഒരിക്കലും അല്ല. ഞാൻ അടുക്കളയിലോട്ട് പോയ സമയത്തിന് കുറച്ച് കൊന്നപ്പൂ അങ്ങോട്ട് അടിച്ചു മാറ്റി. കൊന്നപ്പൂ അടിച്ചു മാറ്റാൻ നിൽക്കണ നിപ്പാണ്. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് ഞാൻ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് മോളൂട്ടിയെ കൊണ്ടുവന്ന് കണി കാണിച്ചു. ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് മോളൂട്ടിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നേ. കൈകൂപ്പി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഇതാ ഒരു കൈ എടുത്ത് വെച്ചിട്ട് എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. പിന്നെ ഞാൻ കൈയൊക്കെ കൂപ്പി കൊടുത്ത് അവൾ പ്രാർത്ഥിച്ച് ആ ഉറക്ക ചടവിൽ നിന്ന് മാറാത്തതുകൊണ്ട് ഉറക്കം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ എൻ്റെ തോളിൽ തന്നെ അങ്ങ് ചാഞ്ഞേട്ടാ. എനിക്ക് ഉറങ്ങിയാൽ മതി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് 5:30 ആയപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയേട്ടാ. ഉറക്കത്തിലാണെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ കണ്ടുകൊണ്ട് മോളൂട്ടി എന്നെ എടുത്തു വെച്ചാന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് വന്നേ. പിന്നെ ചേട്ടൻ എടുത്ത് വെച്ചപ്പോൾ അച്ഛൻ ഇന്ന് ജോലിക്ക് പോകണ്ട വിഷുവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചേട്ടന് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ, വരുമ്പോൾ കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ നയിപ്പിച്ചിട്ട് ഇതാ ചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ചേട്ടൻ ജോലിക്ക് പോയതിന് ശേഷം പിന്നെ മോളൂട്ടി ഞാനും കൂടെ കയറി കിടന്നേട്ടാ. അത്രയും രാവിലെ നമുക്ക് എണീക്കേണ്ട കാര്യമില്ല, അവൾക്ക് സ്കൂളിലും പോകണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കയറി കിടന്നേ. ഇവിടെ കട്ടൻ ചായയും കുടിച്ചുകൊണ്ടിരുന്ന അമ്മയോടെ ഞാൻ കൈനീട്ടം ചോദിച്ചതിനാണ് അമ്മ എന്നെ ഈ ദഹിപ്പിക്കണ നോട്ടം നോക്കിയതേട്ടാ. പിന്നെ വിഷുവായിട്ട് വെറുതെ എന്തിനും ചീത്തയാക്കണേന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനപൂർവ്വമായിരുന്ന കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എനിക്ക് കൈനീട്ടം കൊണ്ടുവന്നേട്ടാ. പിന്നെ അമ്മയെ വിചാരിച്ചാണ് വേറെ പ്രത്യേകിച്ച് ആരും നമുക്ക് കൈനീട്ടം തരാനില്ലല്ലോ. രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കണി വെച്ച ചക്ക തോരൻ വയ്ക്കാൻ വേണ്ടി എടുത്തേട്ടാ. ഞങ്ങൾ തല്ലൻ ചക്ക തോരൻ എന്നാണ് ഏട്ടാ പറയണത്. ചിലയിടത്ത് ഇടിച്ചക്ക തോരൻ എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ തല്ലൻ ചക്ക തോരൻ എന്നാണ് ഏട്ടാ പറയണത്. ചക്ക മുറിക്കണതിന് മുമ്പ് കയ്യിലും അതുപോലെ തന്നെ പിച്ചാത്തിലും കൂടെ എണ്ണ പുരട്ടിയിട്ട് വേണം മുറിക്കാനായിട്ട്. മുള്ള് നന്നായിട്ട് ചെത്തിക്കളയണം. അതുപോലെ തന്നെ അതിനകത്തുള്ള പൂഞ്ചും ചെത്തിക്കളയണം കേട്ടോ. അധികം ചുള ഉറയ്ക്കാത്ത ഇതുപോലെയുള്ള പിഞ്ച് ചക്കയാണ് തോരത്തിന് നല്ലത് കേട്ടോ. ഞങ്ങൾ വിശ്വസത്യം എന്ന് പറഞ്ഞാൽ ഓണം പോലെ അല്ല കേട്ടോ. അതിനൊക്കെ ഇത്തിരി മാറ്റമുണ്ട്. ഈ കണി വെക്കുന്ന സാധനങ്ങളും ഉണ്ട്, കറികളും ഉണ്ടാക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് അതും കൂട്ടി കഴിക്കും. അത്ര തന്നെ കേട്ടോ. ഇതുപോലെ ഈ കണി വയ്ക്കണ ചക്ക കൊണ്ട് തോരൻ വയ്ക്കും. മത്തങ്ങ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കൂട്ടാൻ വയ്ക്കും. അതുപോലെ തന്നെ ഒഴിച്ചുകൂട്ടാൻ മാങ്ങ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു പുളിശ്ശേരി വയ്ക്കും. അതുപോലെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു കിച്ചടിയ, അതുപോലെ തന്നെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കും. വെള്ളരിക്കയാണെങ്കിൽ വെള്ളരിക്ക കൊണ്ട് ഒരു കിച്ചടി ഉണ്ടാക്കും. ഇത്രയും തന്നെ. പായസം വല്ലപ്പോഴും ഇരിക്കുക ഏതെങ്കിലും ഒരു വിഷുവിന് വച്ചാലായി. അത്ര തന്നെ. തിരുവനന്തപുരത്ത് വിഷു എന്ന് പറഞ്ഞാൽ മെയിൻ കണി കണക്കാൻ തന്നെ. സദ്യയായിട്ട് വലിയ ബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഞങ്ങളൊക്കെ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നണത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സദ്യ കൂട്ടി ആഘോഷിക്കണമെങ്കിലേ ഉള്ളൂ. പിന്നെ മെയിൻ കണി മാത്രമാണ് കേട്ടോ. കണി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മാത്രമേ വെക്കാതിരിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കണിയിൽ താണ്ട കണ്ടില്ലേ, ചക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട്. പിന്നെ അതെടുത്ത് തോരൻ വെച്ചേട്ടാ. പിന്നെ ഒരു സലാഡും കൂടെ ഉണ്ടാക്കി. അത് തന്നെയായിരുന്നു ഞങ്ങളെ വിശ്വസത്തെ. അതായത് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് പുരട്ടിയെടുത്ത് 2-3 വെള്ളത്തിൽ കഴുകണം കേട്ടാ. കാരണം അരക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആ ചക്കയിൽ പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിരുമിയെടുത്തതിന് ശേഷം 2-3 വെള്ളത്തിൽ കഴുകിയെടുത്ത് ഇതാ കുറച്ച് വെള്ളവും വീണ്ടും ഇത്തിരി കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട്
ഒന്ന് വേവിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് വേണ്ടി വന്നുള്ള വേവാൻ. ഇത് വേവണ സമയം കൊണ്ട് ഞാൻ മോളൂട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അമ്മ വെള്ളമൊക്കെ ഊറ്റിയിതാ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് കേട്ടോ ചക്ക. എൻ്റെ അഭിപ്രായത്തിൽ ചക്ക വെന്ത് കിട്ടാൻ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. ഇതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊള്ളണം. ചക്ക ദാ ഇതേപോലെ പൊട്ടി വരണം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ. എന്നിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോഴത്തേക്കും ചക്ക ഒരുപാട് കുഴഞ്ഞു പോകാതെ കിട്ടും കേട്ടോ. പണ്ടൊക്കെ അമ്മിക്കല്ല് വെച്ച് ഒന്ന് ചതച്ചെടുക്കുമായിരുന്നു. ഇപ്പം അമ്മിക്കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇടിയല്ലി വെച്ച് ഇടിച്ചെടുത്താലും മതി കേട്ടാ. അങ്ങനെയും ചെയ്യാം. പിന്നെ അമ്മ പറയും പോലെ പണ്ട് ഇത് അമ്മിക്കല്ലിട്ട് തല്ലണ സമയത്ത് 3/4 ഭാഗവും തിന്നു തീർക്കും തല്ലുകയും ചെയ്യും. തിന്നു തീർക്കും തല്ലുകയും ചെയ്യും. അതാണ് അന്നത്തെ ആ ഒരു കാലത്തിൻ്റെ ഭംഗി. മുഴുവൻ ചക്കയും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങയിൽ, തേങ്ങ കൂടുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടാ. അതുകൊണ്ട് അരമുറി തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വേവിച്ചത്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ജീരകം കൂടെ വെച്ച് നന്നായിട്ട് ഞെരടി എടുക്കണം. ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഏട്ടാ തോരത്തിന്, ഏത് തോരത്തിനായാലും ടേസ്റ്റ്. അമ്മിക്കല്ലുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ചില തോരങ്ങൾക്ക് ഇങ്ങനെയാണ് ഏട്ടാ വെക്കണേ. അപ്പോൾ തോരത്തിനുള്ള അരപ്പ് റെഡിയായി. ഇനി അടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കിയാലോ. ചീനിച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ വറ്റമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാൻ കേട്ടോ. വറ്റമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ ഉപ്പിടണില്ല, കാരണം ഉപ്പിട്ടാണ് വേവിച്ചത്. അരപ്പൊക്കെ ഒന്ന് യോജിച്ച് വന്നിട്ട് നോക്കിയിട്ട് ഉപ്പിൻ്റെ ചാറ് ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതിയേ. എന്നിട്ട് ഇതാ ആ ചക്കയിൽ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പും കൂടെ വെച്ച് തട്ടിപ്പൊത്തി ഇതാ അടച്ച് വെക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനാണേ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടപ്പെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനതാ ഇതേപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതേപോലെ ഇളക്കി എടുക്കണം. മൂപ്പിച്ചെടുക്കുമ്പോഴാണ് തോരത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. തുറന്നിരിക്കണം നമ്മളെ തല്ലച്ചക്ക തോരൻ അല്ലെങ്കിൽ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.